പാറു, മോൻ എങ്ങനെയുണ്ടടാ? ജെനി കുത്തിവയ്പ്പ് എടുത്തതല്ലേ, അതിന് പനിയുണ്ട്. 2 കാലും ഇളകുമ്പോൾ വാശി പിടിച്ച് കരയുകയായിരുന്നു. ഇപ്പോൾ പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തു. തലയിണയുടെ മുകളിൽ കാല് കയറ്റി വെച്ച് അങ്ങനെ ഒന്ന് മയങ്ങി. എന്തെങ്കിലും കഴിച്ചായിരുന്നോ കുഞ്ഞ്? ഇല്ലടാ, ഇന്ന് പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ. അതൊക്കെ 8 മാസമായ കുഞ്ഞിന് തൽക്കാലം പാല് മതി. പക്ഷെ അവന് പാല് കൊടുക്കുന്ന അവൻ്റെ അമ്മ എന്തെങ്കിലും കഴിച്ചോ? അത് ജെനി, അന്നമ്മച്ചേടത്തേക്കൊന്ന് ഫോൺ കൊടുത്തേ. അവരോട് നിന്റെ മണ്ടക്കിട്ട് 2 കിഴുക്ക് തരാൻ പറയാം, അപ്പോൾ കഴിച്ചോളൂ. ഞാൻ കഴിച്ചോളാടാ, നീ ഓഫീസിലെ കാര്യം പറ. ഇന്ന് പുതിയ മാനേജ്മെന്റ് ചാർജ് എടുക്കുന്നതല്ലേ, മുഴുവൻ സ്റ്റാഫും ഇന്ന് തീർച്ചയായും വരണമെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. ഈ ജോലി കൂടി പോയാൽ താനൊന്ന് ടെൻഷൻ ആവാതെ ഇരിക്കെ. ഇത് പോയാൽ വേറെ ജോലി. ഈ ബാംഗ്ലൂർ നഗരത്തിലാണ് ജോലിക്ക് പഞ്ഞം. ഈ പുതിയ മാനേജ്മെന്റിലുള്ളത് മനുഷ്യന്മാരല്ലേ, അവർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഓക്കേടി ജെനി, കുഞ്ചൂസ് ഉണർന്നു എന്നാ തോന്നണേ. ഓക്കെ. പാറുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ജെനിക്ക്. അച്ഛനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് അവൾ ഈ വലിയ നഗരത്തിൽ പിടിച്ചു നിൽക്കുന്നതേ ഈ ജോലിയുടെ ബലത്തിലാണ്. അതും കൂടി പോയാൽ. ഒരു ദീർഘനിശ്വാസം എടുത്ത് ജെനി നേരെ അവളുടെ സെക്ഷനിൽ പോയിരുന്നു. ഇതുവരെ KR ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനിയായിരുന്നു. ഇപ്പൊ ഏതോ ഒരു SR ഗ്രൂപ്പ് ഏറ്റെടുത്തു. സഫിഷ്യന്റ് അല്ലാത്ത സ്റ്റാഫിനെ മാറ്റുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ന് ആദ്യ ദിവസം തന്നെ വരാതിരുന്നാൽ all staffs are requested to reach on conference hall. അറിയിപ്പ് കിട്ടിയതും എല്ലാവരും കൂടി കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു. ഔദ്യോഗികമായ സ്ഥാനം കൈമാറുകയാണ്. എല്ലാ സഹകരണവും പുതിയ മാനേജ്മെന്റ് നൽകണമെന്നും പറഞ്ഞ് പഴയ MD പുതിയ MDയെ ക്ഷണിച്ചു. പുതിയ MDയുടെ മുഖത്തേക്ക് എല്ലാവരും കണ്ണും വെച്ച് മാതി നോക്കി. എന്തൊരു ഭംഗി! ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയും കട്ട താടിയും ആ സുന്ദര മുഖവും വല്ലാത്ത ആകർഷണീയമായിരുന്നു. ഹൈ ഓൾ, ഐ ആം ശ്രീധ്രുവ് മാധവ്, യുവർ ന്യൂ MD. എല്ലാ കോഴികളും കണ്ണുമിഴിച്ച് ആ വായിൽ നിന്നും വന്ന ശബ്ദവീഴ്ചകൾ കേട്ട് മൃദംഗപുളിതകരായിരുന്നു. ശ്രീധ്രുവ് മാധവ് എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയിരുന്നു. അപ്പോഴേക്കും മീറ്റിംഗ് ഡിസ്പോസ് ചെയ്ത് ഓരോരുത്തർ അവരവരുടെ സീറ്റിലേക്ക് മടങ്ങിപ്പോയി. പഴയ മാനേജർ ഓരോരുത്തരെ അവരവരുടെ സീറ്റിൽ വന്ന് പുതിയ മാനേജർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരോടും യാതൊരുവിധ അഹങ്കാരവും കൂടാതെ ചിരിച്ച് തിരിച്ച് ഹായ് എന്ന് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു ശ്രീധ്രുവ്. ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്നിട്ടും ഇത്ര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ് ധ്രുവ് സാർ. ശരിക്കും ആരാധന തോന്നിപ്പോയി ജെനിക്ക്. സാർ ഫിനാൻസിലാണ്. സീനിയർ അക്കൗണ്ടന്റ് 2 പേരാണ്. പിന്നെ മിസ് പാർവണ. ബൈ ദ ബൈ, വേഴ്സ് പാർവണ? മാനേജർ സദാശിവൻ സാർ കണ്ണ് കൂർപ്പിച്ചാണ് ചോദിച്ചത്. പാർവണിക്ക് തീരെ വയ്യ സാർ, അതാ. വാട്ട്? ഇന്ന് എന്ത് വന്നാലും ലീവ് വരരുതെന്ന് എല്ലാവരോടും പറഞ്ഞതാ. നാളെ എന്നെ കണ്ട് കയറിയാൽ മതിയെന്ന് പറ. ബാക്കി അപ്പോ. സദാശിവൻ സാർ അത് പറഞ്ഞു തീർന്നപ്പോൾ മെല്ലെ തലയാട്ടി സമ്മതിച്ചു. അപ്പോഴേക്കും ധ്രുവ് സാർ നടന്നു നീങ്ങിയിരുന്നു. പൊടിയരിക്കഞ്ഞി മിക്സിയിലടിച്ച് അതെങ്ങനെയെങ്കിലും കുഞ്ഞിനെ കുടിപ്പിക്കുകയായിരുന്നു പാറു. വലിയ വായിൽ കരയുന്നുണ്ട് കുഞ്ചൂസ്. ഒടുവിൽ ശ്വാസമെടുക്കാതെ കരയുന്നത് കണ്ട് കഴിക്കാൻ കൊടുക്കുന്നത് നിർത്തി. മെല്ലെ തന്നെ മാറോട് അടുപ്പിച്ചു അവനെ. ഏങ്ങി അവൻ പാല് കുടിക്കാൻ തുടങ്ങി. നെറ്റിയും കൈവെള്ളയും ഒക്കെ ഇപ്പോഴും നേരിയ ചൂടുണ്ട്. മെല്ലെ അതിൻ്റെ ക്ഷീണത്തിൽ അവൻ മയങ്ങി. സാവധാനം കിടത്തിയപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചെടുത്ത് അറിയാതെ ബെഡ്ഷീറ്റ് തട്ടിയതും അടി കിട്ടിയ പോലെ വീണ്ടും കരയുന്നുണ്ട്. അത് കണ്ട് പാറുവിനും അറിയാതെ കണ്ണു നിറഞ്ഞു. വേദനിച്ചുന്നുണ്ടോ? എന്താ ചെയ്യുക? നമ്മുടെ കുഞ്ചൂസിന് ഉവാവോ വരാണ്ടിരിക്കാനല്ലേ, ശാരില്ലാട്ടാ. മെല്ലെ വീണ്ടും തട്ടിയുറക്കി മെല്ലെ കിടത്തി. ഇപ്പോഴും എന്തോ ഓർമ്മയിൽ ഉറക്കത്തിൽ ഞെട്ടി ധരിക്കുന്ന കുഞ്ചൂസിനെ കണ്ടപ്പോൾ ആ അമ്മമ്മനം വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു. അതേ കൊച്ചേ, 4 പെറ്റതേ ഞാനും. ആദ്യമായല്ലേ കുഞ്ഞുങ്ങൾക്ക് പനി വരുന്നേ. അതേ, പാല് കൊടുക്കുന്നവർ പട്ടിണി ഇരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഏനക്കേട്. കൊച്ചുണരും മുമ്പ് വന്ന് കഴിക്കാൻ നോക്ക്. അന്നമ്മച്ചേടത്തേക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ച് പാർവണ കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് നിലത്ത് കിടക്കുന്ന പത്രമെടുക്കാൻ താണതും കഴുത്തിൽ ആരും കാണാതെ മഞ്ഞച്ചരലിൽ കൊടുത്ത താൻ ഇപ്പോഴും അണിഞ്ഞു നടക്കുന്ന താലി പുറത്തേക്ക് വീണിരുന്നു. അത് കാണുന്തോറും മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി. ആ താലി ഒന്ന് കയ്യിലെടുത്ത് നോക്കി. എന്തിനെന്നറിയാതെ അപ്പോൾ 2 നീർത്തുള്ളികൾ കണ്ണിൽ ഉരുണ്ടുകൂടി കഴിഞ്ഞിരുന്നു. വേഗം ഡ്രസ്സിനുള്ളിലേക്ക് തന്നെ താലി ആരും കാണാത്ത വിധം ഒളിപ്പിച്ചു വെച്ചു. വേഗം റൂമിൽ പോയി കുഞ്ചൂസിനെ നോക്കി. അവൻ ഇപ്പോഴും ഉറക്കമാണ്. ചുണ്ടുകൾ ഞൊട്ടി നുണയുന്നുണ്ട്. മെല്ലെ അവനെ കാണുക ആ പെണ്ണ് എല്ലാം മറന്നു. ചുണ്ടിലൊരു വാത്സല്യത്തിന്റെ ചിരിയുമായി അങ്ങനെ നിന്നു സ്വയം മറന്ന്. വൈകുന്നേരം ജെനി വന്നപ്പോൾ അന്നമ്മച്ചേടത്തേക്ക് പരാതി കേട്ടഴിച്ചിരുന്നു. ഭക്ഷണം നേരവണ്ണം കഴിക്കാത്തതും മുറി വിട്ട് പുറത്തിറങ്ങാത്തതും ഒക്കെ ചേർത്ത് ജെനി കുറെ ചീത്ത പറഞ്ഞു. ഒന്നും മിണ്ടാതെ ചിരിച്ച് അതൊക്കെ നിന്ന് കേട്ടു. അല്ലെങ്കിലും ഇപ്പോൾ വരെയുള്ളൂ സ്വന്തമായി ഇങ്ങനെ ചീത്ത പറയാനാണെങ്കിൽ കൂടിയും. അവസാനം ജെനി വജ്രായുധമെടുത്തു. നമ്മൾ ആരാ ചേടത്തി പറയാൻ? അവളുടെ ആരുമല്ലല്ലോ, പിന്നെന്തിനാ നമ്മൾ പറയുന്നത്? അവൾ കേൾക്കുന്നേ. ജെനി! മിഴികൾ നിറച്ചു വിളിക്കുന്ന ആ വിളിയിൽ ഉണ്ടായിരുന്നു അവരുമായുള്ള ആ പെണ്ണിന്റെ ആത്മബന്ധം. വേഗം മുറിയിലേക്ക് ഓടിപ്പോയ പാറുവിനെ നോക്കി അന്നമ്മച്ചേടത്തി ജെനിയോട് പറഞ്ഞു. വേണ്ടിയിരുന്നില്ല മോളെ, പാവം, അതിന് വിഷമായെന്നാ തോന്നണേ. വേണം ചേടത്തി, പാവായതുകൊണ്ട് അവൾക്ക്. ഇനിയെങ്കിലും ഇത്തിരി തൻ്റെ ഇടം വരട്ടെ.
കുഞ്ചൂസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ പെണ്ണ്. ഇപ്പോൾ കുഞ്ചൂസിനെ പനിയൊക്കെ വിട്ടിരിക്കുന്നു. അവൻ മെല്ലെ പല്ലില്ലാത്ത മോണ കാട്ടി പാറുവിനെ നോക്കി ചിരിക്കുന്നുണ്ട്. എണീറ്റോ അമ്മയുടെ കുഞ്ചൂസ്, പനിയൊക്കെ പോയി നല്ല മിടുക്കനായി. മെല്ലെ കമിഴ്ന്ന് മുട്ടുകുത്തി. അപ്പോഴേക്കും പാറുവിനടുത്ത് എത്തിയിരുന്നു അവൻ. മെല്ലെ അവളുടെ കവളിൽ പല്ലില്ലാത്ത മോണ കൊണ്ട് കടിച്ച് അവൻ്റെ സ്നേഹം അറിയിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം കുഞ്ചൂസിനെ അന്നമ്മച്ചേടത്തി ഏൽപ്പിച്ച് പോവാൻ നേരം ഒരു 100 ആവർത്തി ചൂടുണ്ടോ എന്ന് തൊട്ടു നോക്കുന്നുണ്ടായിരുന്നു പാറു. ചേട്ടത്തി, മോന് വയ്യാക വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ വിളിക്കണേ. എൻ്റെ കൊച്ചേ, ഈ പെണ്ണിനെ വിളിച്ച് പോണുണ്ടോ? ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു അമ്മയും മോനും. എന്നെപ്പോലെ ഞാൻ മാത്രം തന്നെ കാണൂ ചേട്ടത്തി. അതും പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ജെനി കണ്ടിരുന്നു ആ പെണ്ണിൻ്റെ കണ്ണിലെ വേദന. വേഗം വാ എന്ന് പറഞ്ഞ് ധൃതി കൂട്ടുന്ന ജെനിയുടെ ഉള്ളിൽ ഇന്നലെ സദാശിവൻ സാർ പറഞ്ഞതായിരുന്നു അലയടിച്ച് പൊന്തുന്നത്. ഇന്ന് എന്ത് സംഭവിക്കാം? എല്ലായിടത്തും കിട്ടുന്നതിനേക്കാൾ സാലറി ഇവിടെ കിട്ടുന്നുണ്ട്. ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ പെരുവെള്ളപ്പാച്ചിലിൽ ഒരു കത്തിച്ചുരുമ്പാണ് ഈ ജോലി. ഇന്നൊരു പക്ഷേ അതും. ജെനി മൗനമായി അതെല്ലാം ഓർത്തു. കൈത്തണ്ടയിൽ കിട്ടിയ പാറുവിൻ്റെ നുള്ളാണ് അവൾ ഓർമ്മകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. ഡി, നീ ഇത് ഏത് ലോകത്താ? ദാ ബസ് വന്നു. ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. പാറു ജെനിയെ നോക്കിയപ്പോൾ അവൾ ചിരിച്ചു പറഞ്ഞു, നിന്നോട് എന്തിനോ സദാശിവൻ സാറ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എടി, എന്തേലും പ്രശ്നം? നീ പറയാത്തതാണോ? ഒന്നുമില്ലടാ, നീ ചെല്ല്, ഞാനില്ലേ. പാറു സദാശിവൻ സാറിൻ്റെ ക്യാബിനിലേക്ക് അനുവാദം ചോദിച്ച് കയറി. സാർ എന്തിനാ വിളിപ്പിച്ചത്? ഓ, പാർവണ മാഡമോ? മാഡത്തെ ഒന്നും പറയാൻ ഞാനാളല്ല. പുതിയ CEO എത്തിയിട്ടുണ്ട്. ചെന്ന് ഇന്നലെ മുങ്ങിയതിൻ്റെ കാര്യകാരണങ്ങൾ ബോധിപ്പിച്ചോളൂ. സാർ, എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ല. ഇപ്പോൾ ഒന്നും എൻ്റെ കയ്യിലല്ല കുട്ടി, ചെന്നോളൂ. ചീത്ത പറയുമെങ്കിലും നല്ല മനസ്സാണ് സദാശിവൻ സാറിന്. മുമ്പുള്ള മാനേജ്മെൻറ്റിൻ്റെ വിശ്വസ്തനായിരുന്നു. ഇപ്പോൾ അധികാര കൈമാറ്റം അദ്ദേഹത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രമാക്കിയിരിക്കുന്നു. വ്യസനപൂർവ്വം പാറു അത് മനസ്സിലാക്കി. അവൾ ഉറക്കാത്ത കാലടിയോടെ സിയുടെ മുറിയിലെത്തി. മെല്ലെ വാതിൽ തട്ടി അനുവാദം ചോദിച്ചു. അമീൻ എന്ന് കേട്ടതും മെല്ലെ ഉള്ളിലേക്ക് കയറി. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു CEO. സാർ. യെസ് എന്നും പറഞ്ഞ് തിരിഞ്ഞ ആളെ കണ്ട് ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നുപോയി. വീഴാതിരിക്കാൻ മുന്നിലെ കസേരയിൽ മുറുക്കി പിടിച്ചു. കണ്ണിലാകെ ഇരുട്ട് കയറും പോലെ. ആരെയും ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചു. അയാൾ ഇതാ മുന്നിൽ. മിഴികൾ അനുസരണക്കേട് കാട്ടാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്ക് മിഴികൾ നിലത്തൂന്ന് നിൽക്കുമ്പോൾ ആരും കാണാതെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ച ഒരു താലി ഉള്ളിൽ അവളെ ചുട്ടുപൊള്ളിച്ചിരുന്നു. തുടരും. വളരെ മനോഹരമായ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുവിൻ.